പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പച്ചക്കള്ളം പൊളിച്ചടുക്കി മുഖ്യമന്ത്രി. കോൺഗ്രസ് പ്രകടന പത്രികയുടെ 8-ാം പേജിൽ എവിടെയും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചോ 14-ാം അനുച്ഛേദത്തെക്കുറിച്ചോ പരാമർശിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി തെളിവുകൾ സഹിതം വ്യക്തമാക്കി. കോൺഗ്രസ് പ്രകടന പത്രികയിലെ 8-ാം പേജിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പരാമർശമുണ്ടെന്നും അനുച്ഛേദം 14-ൽ പറയുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രകടന പത്രികയിലെ പ്രഖ്യാപനം പൗരത്വ നിയമത്തിന് എതിരാണെന്നും കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പ്രസ്താവിച്ചിരുന്നു. കോൺഗ്രസ് പ്രകടന പത്രികയിലെ സതീശന്റെ പച്ചക്കള്ളത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള മലയാള മനോരമ വാർത്തയും ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ കള്ളം പൊളിച്ചടുക്കിയത്. ഇദ്ദേഹത്തിന്റെ വാദത്തില് ഏതെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഈ പേജ് 8-ല് പറയുന്ന ഭാഗം അത് ഒന്നാമതായിട്ട് തന്നെ പറയാണ്, വി വിൽ റെസ്പെക്ട് ആൻഡ് അപ്ഹോൾഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രാക്ടീസ് വൺസ് ഫെയ്ത്ത് ആൻഡ് ദ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ടു റിലീജിയസ് മൈനോറിറ്റീസ് അണ്ടർ ആർട്ടിക്കിൾസ് 15, 16, 25, 26, 28, 29 and 30 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതില് ആർട്ടിക്കിൾ 14 അതാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായിട്ട് പറഞ്ഞ ഒരു ഭാഗം. അത് ഈ സംരക്ഷണമാണ്, ആ ഭാഗമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15, 16, 25, 26, 28, 29, 30 എന്നിവ പ്രകാരം മതന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളെയും വിശ്വാസങ്ങൾ പാലിക്കാനുള്ള മൗലികാവകാശത്തെയും മാനിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. അത് നല്ല കാര്യം തന്നെയാണ്, അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, നമുക്കത് നല്ലതാണെന്ന് തന്നെ അംഗീകരിക്കാം. പക്ഷേ ഈ പാരഗ്രാഫ് കൊണ്ട് പൗരത്വ നിയമ ഭേദഗതി ഉയർത്തുന്ന പ്രശ്നങ്ങളെ കോൺഗ്രസ് അഭിസംബോധന ചെയ്തു എന്ന് പറയാനാവുമോ? അപ്പോൾ കാണേണ്ടത് പൗരത്വ ഭേദഗതി നിയമം ഉയർത്തുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും ആർട്ടിക്കിൾ 14-ന്റെ കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ഈ ആർട്ടിക്കിൾ 14 എന്ന ഒരു വാക്ക് ഈ ഭാഗത്തേ ഇല്ല, ഈ പാരഗ്രാഫിലേ ഇല്ല, ഈ പേജിലേ കാണാനാവില്ല. ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താ? ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് വിതിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഏവർക്കും നിയമത്തിനു മുന്നിൽ സമത്വം, തുല്യമായ സംരക്ഷണം ഉറപ്പുവരുത്തും എന്നതാണ് ആർട്ടിക്കിൾ 14-ന്റെ അന്തസത്ത. അത് ഇവിടെ പൂർണ്ണമായും ലംഘിക്കുന്ന അവസ്ഥയാണ് പൗരത്വം മതാധിഷ്ഠിതമാക്കുന്നത് വഴി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് മിണ്ടാതിരിക്കുന്നത്, അതിനെക്കുറിച്ച് ശബ്ദിച്ചിട്ടില്ല. കോൺഗ്രസ് പ്രകടന പത്രികയിൽ അത്തരമൊരു കാര്യമേ ഇല്ല. പൗരത്വ നിയമത്തെക്കുറിച്ച് പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഭയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, കൊല്ലം.